അനുഭവങ്ങളിലെ അനുഭൂതിയിൽ നിന്ന് ആർജിക്കുന്ന അറിവുകളുടെ പുറകിലാണ് കുറച്ച് നാളുകൾ. അവകൾ കോർക്കുമ്പോഴുള്ള സുഖം പങ്കുവെക്കുകയാണല്ലോ. ജോൺ മുർ, സ്കോട്ടിഷ് അമേരിക്കൻ നാച്ചുറലിസ്റ്റിൻ്റെ ഇടക്കൊക്കെ മലകയറുകയും കുറച്ചുനാൾ കാട്ടിൽ ചിലവഴിക്കുകയും അതിലൂടെ ആത്മാവിനെ ക്ലീനാക്കുകയും ചെയ്യുക എന്ന വരികളിൽ ഇത്രയേറെ കൗതുകകരമായി എന്താണുള്ളതെന്ന് തോന്നുമെങ്കിലും ഒരു മല കയറി കഴിഞ്ഞ് എടുത്ത എഫേർട്ടിനും ആസ്വദിച്ച കാഴ്ചകൾക്കും അനുഭൂതികൾക്കും ഇപ്പുറം അതിൻ്റെ ഓർമ്മകൾ മനസ്സിന് നൽകിയ ആനന്ദത്തിൻ്റെ അടയാളപ്പെടുത്തലുകളിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയാത്ത വിധം ഉറപ്പുവരുന്ന ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ വരികളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്ന ചിലരുണ്ട്. പ്രധാനമായി ലക്ഷ്യസാക്ഷാത്കാരം. മല കയറി തുടങ്ങി കിതച്ച് ഓരോ ചെരുവെത്തുമ്പോഴും ശ്വാസം നീട്ടി വലിച്ച് ഇനി കയറാൻ സാധിക്കുമോ എന്ന് കരുതി നെടുവീർപ്പിട്ട് മുമ്പിൽ കാണുന്ന പാറകളിൽ പതിഞ്ഞിരുന്ന് പുളകം കൊണ്ടങ്ങനെ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്തോറും സാക്ഷാത്കാരം എന്നത് അനുഭൂതിയായി മാറുന്ന കാഴ്ച അത് അനിർവചനീയമാണ്. ലക്ഷ്യസാക്ഷാത്കാരത്തിന് എപ്പോഴും കുതിപ്പും കിതപ്പും ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് ഇவ்விധത്തിലെ എൻഡിങ്ങുകൾ സാധ്യമാകുന്നത്. യാത്ര കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ഒരു കാര്യത്തിൽ തീർച്ചയുണ്ടായിരുന്നു. തീയതികൾ നീണ്ടാലും ഇത് മനസ്സിൽ നിന്നും കുറിപ്പ് മസ്റ്റായിട്ടും കുറിക്കണമെന്നതുമായിരുന്നു അത്. ജോൺ മുറിൻ്റെ വാക്കുകൾ പ്രസക്തമാകുന്നത് ഇവിടെയാണ്. കാഴ്ചകൾ കൊണ്ട് മനസ്സിനെ വികൃതമാക്കാൻ നിരവധി സാഹചര്യങ്ങൾ സംജാതമായിരിക്കെ അതേ കണ്ണുകൾ കൊണ്ട് വികൃത മനോഭാവങ്ങളെ സ്ഫുടം ചെയ്തെടുക്കാൻ കഴിയത്തക്ക ശക്തിയുള്ള കാഴ്ചകൾ കൂടി നമുക്ക് ചുറ്റുമുണ്ടെന്നത് മനസ്സിലാക്കുമ്പോഴാണ്. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നതിലെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ വളരെ വിലപ്പെട്ടതാണ്. ഒരു പോക്കുകൊണ്ട് കാഴ്ചയും അതിൻ്റെ ഗേറായും സൗഹൃദവും അതിൻ്റെ കയാലാത്തും ഇത്ര പഠനവിധേയമാകുന്നത് കരുതിയതല്ല. ഏതായാലും ബഹുജോറായി, എനിക്കിഷ്ടായി, പേർത്തിഷ്ടായി.